ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. മാനവ ചരിത്രത്തിലെ നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്ന ജൂലൈ 21 മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മക്കായി നമ്മൾ എല്ലാ വർഷവും ജൂലൈ 21 ചാന്ദ്രദിനമായിട്ട് ആഘോഷിക്കുന്നു. ചാന്ദ്രദിനവുമായി സംബന്ധിച്ച് സ്കൂളുകളിൽ നടത്തിവരുന്ന ക്വിസിന് ആവശ്യമായിട്ടുള്ള 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു, ജൂലൈ 21. ഓക്കെ. ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1. ഓക്കെ, സ്പുട്നിക് 1 പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. 3, ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ്? ഏകദേശം 38 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. 38 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ യൂറി ഗഗാറിൻ. 5, യൂറി ഗഗാറിൻ ഏത് രാജ്യക്കാരനായിരുന്നു? റഷ്യക്കാരനായിരുന്നു, അഥവാ മുൻ സോവിയറ്റ് യൂണിയനിൽ ആയിരുന്നു. 6, യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയ വാഹനം ഏത്? വോസ്റ്റോക്ക് 1. 7ാമത്തെ ചോദ്യം, യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? 108 മിനിറ്റ് എടുത്തിട്ടാണ് അദ്ദേഹം ഒരു തവണ ഭൂമിയെ ചുറ്റിയത്. ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരായിരുന്നു? വാലന്റിന തെരഷ്കോവ. പേരുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, മനുഷ്യന്റെ ചാന്ദ്രയാത്രകൾക്ക് നേതൃത്വം നൽകിയ ബഹിരാകാശ ഏജൻസി നാസയായിരുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. 10, ചന്ദ്രനെ ലക്ഷ്യമിട്ട് ആദ്യം സഞ്ചരിച്ച ലൂണ 1 ഏത് വർഷമാണ് യാത്ര പുറപ്പെട്ടത്? ലൂണ 1 യാത്ര പുറപ്പെട്ടത് 1959. ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം അപ്പോളോ 4 ആണ്. 1967 അപ്പോളോ 4 എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത സമൂഹത്തിൽ നിലനിന്നിരുന്ന ആദ്യമായി പകർത്തിയ പേടകങ്ങളെ ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശം ആ വശത്തിന്റെ ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയും അദ്ദേഹം ചോദ്യം ചെയ്തു. മനുഷ്യന്റെ ചാന്ദ്രയാത്രയെ ബോധ്യപ്പെടുത്തി ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഇതൊക്കെയായിരുന്നു പുസ്തകമാണ്. അത് ഇങ്ങനെയാണ് ജാതി വ്യവസ്ഥയും അവിടുത്തെ അന്ന് നിലനിന്നിരുന്ന അസമത്വം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ്. വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്നറിയപ്പെടാൻ കാരണം? അപ്പോൾ നമുക്ക് ഇതിന് 2 ചോദ്യം കിട്ടി. വ്യാഴത്തിൻ്റെ ഉപഗ്രഹത്തിൻ്റെ പേര് ഗലീലിയൻ ഉപഗ്രഹം എന്നാണ്. അത് അങ്ങനെ അറിയാനുള്ള കാരണം ഗലീലിയോ ആണ് ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 17, സൂപ്പർ മൂൺ എന്നാൽ എന്ത്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസത്തെയാണ് സൂപ്പർ മൂൺ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? അടുത്തൊരു ചോദ്യം, നമ്മുടെ ഗുരുനാനാക്കിന്റെ 19, ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ 11. 20, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹത്തിന്റെ പേര് എജുസാറ്റ് എന്നാണ്. ഒരുപാട് ജനങ്ങളെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂട്ടുകാർ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക, എജുസാറ്റ്. ഇനി സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം, അതാണ് സരൾ എന്ന് പറയുന്നത്. സരൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് സൂപ്പർനോവ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്നത് സൂപ്പർനോവ എന്നാണ്. 23, അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി നാസയാണ്. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് നാസയാണ്. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ടൈറ്റാനിയം. സൂര്യനോട് അടുത്ത ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. ഇനി എന്നാണ് ഭൗമദിനം? ചാന്ദ്രദിനം നമുക്കറിയാം ജൂലൈ 21. ഭൗമദിനം ഏപ്രിൽ 22.
ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡാണ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ 1.3 സെക്കൻഡ് സമയമാണ് എടുക്കുന്നത്. 29 ടെലസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ. 30 ഫസ്റ്റ് മെൻ ഓൺ മൂൺ എന്ന കൃതിയുടെ കർത്താവ് H.G. വെൽസ്. 31 ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് കോപ്പർനിക്കസ്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിതമായ വസ്തു എന്ന് പറയുന്നത് ചൈനയിലെ വൻമതിൽ മാത്രമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ എന്ന പേരിലാണ് അറിയുന്നത്. ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ പ്രഥമ രൂപരേഖ തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജഹാംഗീർ ബാബ. ഒരു മനുഷ്യന് ഒരു ചുവടുവെപ്പ് എന്നാൽ മാനവരാശിക്കോ ഈ ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് നീൽ ആംസ്ട്രോങ് ആണ്. 36 നിരവധി രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിക്കുന്ന ബഹിരാകാശ നിലയമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. 37 ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? 12 വർഷത്തെയാണ് നമ്മൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ന്യൂട്ടൺ ഗർത്തം. ഇനി ആദ്യ ചാന്ദ്രയാത്രികൻ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് പ്രശാന്ത സമുദ്രം എന്നാണ് പറയുന്നത്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ മലനിര മൗണ്ട് ഹൈഗൻസ്. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം വിക്രം സ്റ്റേഷൻ. 42 ഏതു വാഹനത്തിലാണ് ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് നയിച്ചത്? സ്പുട്നിക് 2. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വെക്കും? 13 തവണയാണ് വലം വെക്കുന്നത്. 44 സൂര്യനിൽ നിന്ന് ഒരു പ്രകാശകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8.2 മിനിറ്റാണ്. 8.2 മിനിറ്റ്. 45 ഹാലിയുടെ വാൽ നക്ഷത്രം അവസാനം പ്രത്യക്ഷപ്പെട്ട വർഷം 1986 1986. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശിലാണ് നിലകൊള്ളുന്നത്. സുനാമിക്ക് കാരണം സമുദ്രത്തിനുണ്ടാകുന്ന ഒരു ഭൂകമ്പമാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച് നിറമാണ്. ഇന്ത്യയുടെ ചൊവ്വ പര്യവേക്ഷണ ദൗത്യം മംഗൾയാനാണ്. അവസാനത്തെ 50ാമത്തെ ചോദ്യം ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത പാട്ടും കൂടെ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വല്ല സ്പീച്ചോ മാഗസിനോ പതിപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.